ഹായ് ഓൾ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് BB സോളിഡ് ബ്രിക്സ് എന്നുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ തന്നെ ഒരു ബ്രിക്കിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരു ബ്രിക്കിന്റെ പൈലപ്പ് സെഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ ഹിയർ എന്തായിരിക്കും ഈ ബ്രിക്കിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണ കാണുന്ന കോൺക്രീറ്റ് ബ്ലോക്സ് ഉണ്ട്, കൺവെൻഷണൽ ആയിട്ടുള്ള ബ്രിക്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം വെച്ച് നോക്കുമ്പം രണ്ടിന്റെയും ഒരു കോമ്പിനേഷനിൽ നമുക്കൊരു ബ്രിക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ നിന്ന്. സോ ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ മാനുഫാക്ചറിങ്, ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്കുണ്ട്, എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ മിസ് ജെനി ഉണ്ട്. സോ ഷീ ഈസ് മാനുഫാക്ചറിങ് ഇറ്റ്, അവരുടെ യൂണിറ്റ് ആണിത്. സോ ഷീ വിൽ ബി ഗിവിംഗ് മോർ ഡീറ്റെയിൽസ് ഇതിനെ കുറിച്ച്. ഐ എം പ്രീതി. സോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ബ്ലോക്സിനെ കുറിച്ച് അറിഞ്ഞത്, കൺവെൻഷനലി അവൈലബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് ബ്ലോക്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഇതിന്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ സിമെന്റും മഡും ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ കോമ്പിനേഷനിൽ എന്താണ് ഗുണം, അതിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് അവൈലബിലിറ്റി ആണല്ലോ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതിലിപ്പോ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മണ്ണ് സിമെന്റും ആണ്. മണ്ണ് സിമെന്റ് മിക്സ് ചെയ്ത് നമ്മള് നനച്ച് അത് ഹൈഡ്രോളിക് പ്രസ് ചെയ്ത് വരുന്നതാണ് ബ്ലോക്ക്. പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് ഇപ്പൊ നമുക്കിവിടെ ഉള്ളത് 8, 6, 12 ആണ്. ആ ഒരു സൈസിലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നതാണെങ്കിൽ 35 രൂപയാണ് നമ്മൾ ഒരു 35 രൂപ. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ചാർജ് ഒക്കെ താരതമ്യേന മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. പിന്നെ എന്താണ്, കൂളിംഗ് ഒക്കെ ആണ് കൂടുതൽ. നമുക്ക് ഇപ്പൊ അതിനകത്ത് കട്ടയിൽ തണുപ്പായിരിക്കും നമുക്ക്. അപ്പൊ മറ്റേ നമ്മുടെ സോളിഡ് ബ്രിക്ക് വെച്ച് നോക്കുമ്പോ ചൂട് കൂടുതലാണല്ലോ ഇതില്. അതാണ് അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. ഇതിനകത്ത് സിമെന്റ് വരുന്നുണ്ടല്ലോ, ഈ ഹീറ്റ് വരുമ്പോ സൂര്യന്റെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോ എക്സ്പാൻഡ് ആവുക, ക്രാക്ക് വരിക? ഇല്ല, ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച ഉണ്ടല്ലോ. ശരിക്കും നമ്മളിങ്ങനെ ഇന്നിപ്പോ ഈ കട്ട ഇങ്ങനെ അടിച്ചു വെച്ചു, നാളെ അത് അട്ടിയാക്കി വെക്കുന്നത്. അന്ന് മുതൽ ഒരു 2 ആഴ്ച നമ്മൾ നനച്ച് ഉണങ്ങി വരുന്നതാ. അപ്പൊ പിന്നീട് അതിട്ട് അധികം ചൂട് തണുപ്പ് എന്ത് മഴവെള്ളം ചെന്നാലും അതിന് പിന്നീട് കട്ടയ്ക്ക് വേറെ ഒരു എക്സ്പാൻഡ് ആവും ഒന്നും ചെയ്യില്ല. എത്ര ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ക്യൂറിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 2 ആഴ്ച 14 ദിവസം ശരിക്കും നമ്മൾ രാവിലെ വൈകുന്നേരം നനച്ച് ഉണക്കിയെടുക്കുന്നത്. കോൺക്രീറ്റ് ബ്ലോക്സും നമ്മുടെ കൺവെൻഷണൽ ബ്രിക്കും ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ഡിഫറൻസ്? ഡിഫറൻസ് വരുന്നത് കൂടുതലും പ്ലാസ്റ്റിക്കിന്റെ ചെലവില് കുറവ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ പണി വേഗം നടക്കും. അതായത് എല്ലാം ഒരേ ഇതില് അളവ് ഒരേ ആയതുകൊണ്ട് പണി നടക്കുന്ന പെട്ടെന്ന് നമുക്ക് പണി തീരും. പിന്നെ ഇതിന്റെ ഈ സർഫസിൽ കാണുന്ന ഇതുപോലത്തെ അണ്ടുലേഷൻസ് ഒക്കെ പിന്നെ വേറെന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഇതില്ലാതെയും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈ ഡൈയിൽ എപ്പോഴും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ മേലെയും കുറച്ച് സിമെന്റ് തൂക്കി കൊടുക്കുന്നത്. എത്ര പ്രൊപ്പോർഷനിലാ മഡും സിമെന്റും അത് വരുന്നത്? അതായത് ഒരു ബ്രിക്കിൽ ഏകദേശം 1.5 to 1.25 കിലോ സിമെന്റ് വരും. അതായത് നമ്മൾ 50 ഒരു ബാഗ് സിമെന്റ് ചാക്കില് വരുന്നത് 28 to 30 ബ്രിക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ആഡ് ചെയ്യുമ്പം മഡും സിമെന്റും കൂടെ ആഡ് ചെയ്ത് വെള്ളം, മഡ് എന്ന് വെച്ചാൽ ചെളിയായിട്ടല്ല, വെള്ളം എങ്ങനെ എത്രമാത്രം ആഡ് ചെയ്യണം? വെള്ളം നമ്മൾ നനവ് നോക്കും അതിനകത്ത്. ആ മിക്സറിനകത്ത് നമ്മൾ നനവ് നോക്കി വേണം അത് ചെയ്യാൻ. അപ്പൊ പ്ലാസ്റ്റിക് ചെയ്യാണ്ട് ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ട്. ചിലര് ഡയറക്റ്റ് ജിപ്സം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിന്റെ പുറത്ത്. അത് പുറം നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കും. ഇത് മറ്റേ മഴ ചില മിക്കവരും അങ്ങനെ ചെയ്യുന്നത്, പുറം പ്ലാസ്റ്റർ ചെയ്തിട്ട് ഉള്ളില് ജിപ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എത്ര കട്ട? 800 to 900 വരെ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം, 8 hours വർക്ക് ചെയ്താൽ. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷനോ അങ്ങനെ എന്തെങ്കിലും മെഷേഴ്സ് നമ്മൾ എടുക്കണോ? ഈ ബ്രിക്കൊക്കെ നമ്മൾ ഈ ബേൺ ചെയ്തൊക്കെ അല്ലേ ഓരോന്ന് ചെയ്യുന്നത്, കില്ലിനെ വെച്ച് ചെയ്തെടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ. കാരണം എന്ന് വെച്ചപ്പോ നമുക്കിവിടെ ഇത് ഉണ്ടല്ലോ, മഴയത്തല്ലേ ഇരിക്കുന്നത്, മഴ വെയില് എന്തും കൊണ്ട് അങ്ങനെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഈ ചൂട് കൊണ്ട് ശരിയാവണം എന്നൊന്നും ഇല്ല. നനച്ചുണങ്ങി വന്നാൽ മതി, സിമെന്റ് ഉള്ളത് കൊണ്ട്. ഇതിപ്പോ ഒരു ബാച്ച് പോകുന്നില്ലേ? അപ്പം ആ ബാച്ചില് എത്ര ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റും? ഒരു ബാച്ചില് വരുന്നത്
14 to 15 അതിനകത്താണ് ഈ നേരത്തെ പറഞ്ഞ സിമെന്റിന്റെ അതെ 2.5 അതൊരു 25 കിലോ സിമെന്റ് വരും 15 കട്ടയുണ്ട് 25 കിലോ സിമെന്റ് ഹാഫ് ദ ബാഗ് വരും. നമുക്ക് ഈ സിമെന്റ് എന്തെങ്കിലും പ്രത്യേകത ഗ്രേഡില് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് കുഴപ്പമില്ല. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന എനിക്ക് കുറച്ചിപ്പോ നല്ലതായി തോന്നുന്നത് ഡാൽമിയ ആയിട്ടാ തോന്നുന്നത്. രാംകോ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ കളറും ഇതും പറഞ്ഞ ഡാൽമിയാന്ന് എനിക്ക് തോന്നുന്നു. ഈ എഡ്ജസ് ഒക്കെ എങ്ങനെയാ നമുക്ക്? അല്ല, എഡ്ജസ് അത് കറക്റ്റ് ഇതിൽ നിന്നാ അങ്ങനെ പോകുന്നോളും. പിന്നെ ഈ ഡ്രിൽ ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. മിക്കവരും ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്ത ഒരു വീഡിയോ ഉണ്ട്, അവരെന്താ വെച്ചാൽ കറക്റ്റ് കട്ട് ചെയ്യുന്ന വരാൻ കട്ടർ വെച്ചിട്ട് അത് കട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാം, കറക്റ്റ് ആയിട്ട് കിട്ടും. ഡ്രിൽ ചെയ്താലും ഡ്രില്ലിംഗ് മെഷീൻ അതൊന്നും വലിയ കുഴപ്പമില്ല. വയറിങ്ങാരൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്നതാ. പിന്നെ ഇതിനകത്ത് കുറെ ഡീമെറിറ്റ്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോ ആളുകൾ കൂടുതലും പറയണത് കുതിർന്നു പോവും, അല്ലെങ്കിൽ ചെതല് പിടിക്കും അങ്ങനെ. കാരണം കൂടുതൽ ഈ ഹൈഡ്രോളിക് പ്രസ് വരുന്നോണ്ട് തന്നെ അതിൽ ഹോളുകൾ ഇടയ്ക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് ചെതലിന്റെ ഇത് വളരെ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെയൊക്കെ ഒരു പെൺകുശം വെറും മണ്ണിലാ ചെയ്തേക്കുന്നത്. അതിലൊക്കെ എങ്ങനെയാണ് ചെതല്, അങ്ങനെ ചെതലിന്റെ പ്രശ്നം തോന്നാറില്ല. അതുപോലെ ഇതുപോലെ കുറെ കട്ടകൾ വെറുതെ അതിലെ മഴയത്ത് ഇരിപ്പുണ്ട്, കുതിർന്നു പോകുന്ന അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇല്ല. ഇതിന് വേറെ ഇത് നമ്മള് പ്ലാസ്റ്ററിങ്ങോ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഒരു കോട്ടിംഗ് പോലെ കൊടുക്കാനോ? ചിലര് അത് പലരും പല ഇതില്, ചിലർ പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്, ജിപ്സം ചെയ്യുന്നുണ്ട്, പെയിന്റ് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി പെയിന്റ് ചെയ്യുന്നുണ്ട്, പുട്ടിയൊന്നും ഇടാതെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്താലും ഈ കട്ടയുടെ കുറച്ച് സൈഡൊക്കെ അടരുമെന്നല്ലാതെ കട്ടങ്ങ് വട്ടം പൊട്ടൂല. അത് നമ്മൾ പുട്ടിയിട്ട് ഒരു കുറച്ച് സൈഡ് അത് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ പൊക്കോളും. ഇതുപോലെ അതെ, ഇതുപോലെ ചെറുതായിട്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ പരുക്കം വരുമ്പോ അതിന്റെ ഉള്ളിൽ പോയാൽ പിന്നെ അറിയില്ല. അങ്ങനെ കുറച്ച് ഒരിത്. എന്തായാലും വെരി മച്ച് താങ്ക് യു എല്ലാം ഷെയർ ചെയ്ത് തന്നത്. ബാക്കിയുള്ളവർക്കും കൂടെ ഉപയോഗം വരട്ടെ. താങ്ക് യു സോ മച്ച്.